സർ, യൂറോപ്പിൽ ചില അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് റഷ്യയുടെ അടുത്തുള്ള പോളണ്ട് ഒരു വലിയ സൈനിക ശക്തിയായി മാറാൻ ശ്രമിക്കുന്നു. കുറേ ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നു. എന്തായിരിക്കും കാരണം? ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കുന്ന രാജ്യമാണ് പോളണ്ട്. അത് അധികം മറ്റേ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ മോദി 45 കൊല്ലം മുമ്പ് മൊറാർജി ദേശായി ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ അവിടെ പോയത്. 45 കൊല്ലത്തിന് ശേഷം പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. പോളണ്ടിനെ ഒന്നും അങ്ങനെ കാര്യമാക്കിയിരുന്നില്ല ഇന്ത്യ. അപ്പോൾ ഒരുപാട് ആയുധങ്ങൾ പോളണ്ട് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. GDPയുടെ 4.12% പോളണ്ട് ആയുധം വാങ്ങാൻ പ്രതിരോധ ചെലവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്ക GDPയുടെ 3.38% ആണ് ആയുധം വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ വളരെ താഴെയാണ് പോളണ്ടിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പോളണ്ട് കൂടുതൽ ആയുധങ്ങൾ വാങ്ങും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ച പോലെയാണ് ഈ കരാറുകളൊക്കെ. ഈ പോളണ്ടിനെ നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചിട്ടുണ്ട് ലെനിൻ്റെയൊക്കെ കാലത്ത്. അത് ലെനിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ആ യുദ്ധകഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. മാത്രമല്ല പോളണ്ടിൻ്റെ ഉള്ളിൽ കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുണ്ട്. വംശഹത്യ എന്ന് പറയാവുന്ന കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ നടത്തിയിട്ടുണ്ട് ആ കാലത്ത്. ഹംഗറിയിലേക്കൊക്കെ പോയിട്ടില്ലേ? ചെക്കോസ്ലോവാക്യ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് തന്നെ ടാങ്കുമായിട്ട് പോയിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ? പോളണ്ടിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ നാറ്റോ രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ചെലവ് ഉള്ള രാജ്യമാണ് പോളണ്ട്. 32 രാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ 4.12%. നാറ്റോയിലെ ഓരോ രാജ്യവും GDPയുടെ 2% പ്രതിരോധ ചെലവായിട്ട് മുടക്കിയിരിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാറില്ല. ഇതിൻ്റെ ഇരട്ടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് ഈ 10 കൊല്ലം കൊണ്ട് ഇരട്ടിച്ചിരിക്കുകയാണ് പ്രതിരോധ ചെലവ് പോളണ്ടിൻ്റെ. 2014 ഈ 99,000 മില്യൺ ഡോളറായിരുന്നതാണ് ഇപ്പോൾ ഇരട്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോളണ്ട് 2,16,000 99,000 നിന്ന് ഇരട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ 400 കൊല്ലം ഈ മേഖലയിൽ യൂറോപ്പിൽ പോർച്ചുഗൽ, സ്പെയിൻ ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ആയിരുന്നു. 16-ാം നൂറ്റാണ്ടിലൊക്കെ പോർച്ചുഗലും സ്പെയിനും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിരുന്നത്. കാരണം പോർച്ചുഗൽ ഇന്ത്യയിലേക്കുമൊക്കെ വന്നിരുന്നില്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലുമൊക്കെ വന്നിരുന്നല്ലോ അവർ. അവരുടെ അധിനിവേശമാണ് നടന്നുകൊണ്ടിരുന്നത് ഗോവയിലും കേരളത്തിലുമൊക്കെ. നെതർലാൻഡ്സ്, അതായത് ഡച്ച്, 17-ാം നൂറ്റാണ്ടിൽ അവർ മുന്നിൽ വന്നു. ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ 18-19 നൂറ്റാണ്ടുകളിലൊക്കെ അധിനിവേശ ശക്തികളായിട്ട് മാറിയിരുന്നു. വലിയ ആയുധങ്ങൾക്ക് ചെലവ് ചെയ്തിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജർമ്മനി 2 യുദ്ധങ്ങൾ തോറ്റു. ലോകം പിടിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയിട്ട് 2 യുദ്ധം തോറ്റു. 1-ാം ലോകയുദ്ധവും 2-ാം ലോകയുദ്ധവും. അപ്പോൾ മധ്യ യൂറോപ്പിൽ ആണ് ജർമ്മനി. ഈ അമേരിക്ക പിൽക്കാലത്ത് അമേരിക്ക വലിയ ശക്തിയായി. ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? വലിയ ദുരന്തത്തിൽപ്പെട്ടതാണല്ലോ. അവർ സാമ്പത്തിക ശക്തി കൈവരിക്കുക എന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു. സൈനിക ശക്തി അങ്ങനെ ആകണമെന്ന് വിചാരിച്ചില്ല ജർമ്മനിയും ജപ്പാനും. അപ്പോൾ രണ്ടും സൈനിക ശക്തികളല്ല. അമേരിക്ക നാറ്റോ ഉണ്ടാക്കി. അത് സോവിയറ്റ് യൂണിയനുമായിട്ട് ശീതള സമരമുള്ള കാലത്താണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയന് ആ ശക്തി അല്ല. സോവിയറ്റ് യൂണിയൻ 1991 തീർന്നല്ലോ. ഗോർബച്ചേവ് നശിപ്പിച്ചു. പാശ്ചാത്യ സ്വാധീനം ഇപ്പം മങ്ങുന്നുണ്ട്. അപ്പോൾ കിഴക്കൻ ശക്തികൾ, ചൈന, ഇന്ത്യ അല്ലേ, വലിയ ശക്തികളാവുന്നു, സൈനിക ശക്തികളാവുന്നു ഇന്ത്യ, ചൈന. അപ്പോൾ യൂറോപ്പിലും കിഴക്കൻ ഭാഗത്തുള്ള ഒരു രാജ്യം വലിയ സൈനിക ശക്തിയാവുന്നു. 2 തരത്തിലും കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ ശക്തി വരുന്നത്.
പോളണ്ട് 35 ബില്യൺ ഡോളറാണ് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചത്. 35 ബില്യൺ ഡോളർ സൈനിക ചെലവ് ആയുധങ്ങൾ വാങ്ങാൻ. 2,99,740 കോടി രൂപ നമ്മുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ 2.5 ലക്ഷം കോടി എന്നൊക്കെ പറയാം. 3 ലക്ഷം കോടിയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം പഴയ കമ്മ്യൂണിസ്റ്റ് മധ്യ യൂറോപ്പ്, ബാൾട്ടിക് രാജ്യങ്ങൾ, ഇതിനേക്കാൾ ആ മൊത്തം രാജ്യങ്ങളെടുത്താൽ അതിനേക്കാൾ കൂടുതലാണ് പോളണ്ടിൻ്റെ സൈനിക ചെലവ്. മൊത്തം ബാൾട്ടിക് രാജ്യങ്ങൾ, പഴയ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം കൂടി എടുത്താൽ അവർ ചിലവാക്കുന്നതിൻ്റെ അപ്പുറത്ത് നിൽക്കും പോളണ്ടിൻ്റേത്. ഇറ്റലി പോളണ്ടിനേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാണ്, പക്ഷേ പോളണ്ടിനേക്കാൾ കുറവാണ് സൈനിക ചെലവ്. 30.89 ബില്യൺ കഴിഞ്ഞ കൊല്ലം. GDP-യുടെ 1.5% മാത്രമാണ് ഇറ്റലി ഉപയോഗിക്കുന്നത് സൈനിക ചെലവിന്. ബ്രിട്ടൻ 2.2%, ജർമ്മനി 2.12%, ഫ്രാൻസ് 2.06%, സ്പെയിൻ 1.28%. ഇതിൽ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് ഒക്കെ 2% വന്നത് റഷ്യ യുക്രൈനെ ആക്രമിച്ച ശേഷമാണ്. അതിന് മുമ്പ് അതിലും കുറവായിരുന്നു, 2ലും കുറവായിരുന്നു. അപ്പോൾ നാറ്റോയോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് 2% നേരത്തെ പറഞ്ഞല്ലോ. ജനസംഖ്യ കുറവാണ് പോളണ്ടിൽ. യൂറോപ്യൻ യൂണിയനിൽ പക്ഷേ ഏറ്റവും വലിയ സേനയുമാണ് യൂറോപ്യൻ യൂണിയനിൽ പോളണ്ടിൻ്റെത്. അമേരിക്കയ്ക്ക് 13,28,000 ഭടന്മാരാണുള്ളത് അമേരിക്കൻ സേനയിൽ. തുർക്കിയിൽ 3,55,200 ഈ കാലാൾപ്പട ഭടന്മാർ. അമേരിക്കയും മറ്റേ തുർക്കിയും രണ്ടും യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളല്ലല്ലോ. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് വന്ന പോളണ്ടാണ്. പോളണ്ട് 2,16,000 ഭടന്മാരുണ്ട്. ഫ്രാൻസ് 2,04,000, ബ്രിട്ടൻ 1.5 ലക്ഷം. കുറവാണ്, വളരെ കുറവാണ്. പോളണ്ടാണ് ഭടന്മാരുടെ എണ്ണത്തിൽ യൂറോപ്പിൽ കൂടുതൽ. പോളണ്ടിൽ കര സൈനികർ 75,000, കാലാൾപ്പട. വ്യോമസേനയിൽ 17,589, നേവി 66,426, സ്പെഷ്യൽ ഫോഴ്സസ് 3,390. 2023 ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സേന ഉണ്ടാക്കി പോളണ്ട്. TDF, അതിൽ 40,000 പേര്. സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ വാർ, ചാരപ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ പോളണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു? റഷ്യയിൽ നിന്ന് ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം, അധിനിവേശം ഉണ്ടാകാം എന്ന് ഭയപ്പെടുന്നുണ്ട് പോളണ്ട്. അതുകൊണ്ടാണ് 10 കൊല്ലം കൊണ്ട് ഇരട്ടിച്ചു. 2014 99,000 ഭടന്മാർ എന്നുള്ളത് ഇപ്പോൾ 2,16,000 2022 യുക്രൈന് റഷ്യ ആക്രമിച്ചപ്പോൾ യുക്രൈൻ്റെ കൂടെയാണ് പോളണ്ട് നിന്നത്. സ്വാഭാവികമായിട്ടും പോളണ്ട് ഹോംലാൻഡ് ഡിഫൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അത് 3 ലക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭടന്മാരുടെ എണ്ണം 3 ലക്ഷമാകും താമസിയാതെ. ഏറ്റവും വലിയ സേനയായിരിക്കും. ടാങ്ക് വ്യൂഹം, അത് 1000 ടാങ്കുകൾ കൂടുതൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. മോദി പോളണ്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് പറഞ്ഞില്ലേ. 600 ഹോവിറ്റ്സർ പീരങ്കികൾ കൂടി വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പിന്നെ റഷ്യ 15 ലക്ഷം, യുക്രൈൻ 8 ലക്ഷം. ഇതാണ് ഭടന്മാരുടെ എണ്ണം അവിടെ, അത് കൂടുതലാണ്. പിന്നെ F-35 പോർ വിമാനങ്ങളുണ്ട് പോളണ്ടിന്. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ പാട്രിയറ്റ് മിസൈലുകൾ ഉള്ളത് പോളണ്ടിൻ്റെ കയ്യിലാണ്. അപ്പോൾ അബ്രാംസ് ടാങ്ക്സ് ഉണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ പാട്രിയറ്റ് പറഞ്ഞല്ലോ, അസാധാരണമാണ്. മോദി ഓഗസ്റ്റിലാണ് പോയത് പോളണ്ടിൽ. 45 വർഷത്തിൽ ആദ്യമായിട്ട് പോവുകയാണ്. മൊറാർജി 1979 പോയത്. അപ്പോൾ 24 ബില്യൺ ഡോളർ ആണ് പുതുതായി മുടക്കാൻ പോകുന്നത് ആയുധങ്ങൾ വാങ്ങാൻ
പോളണ്ട്. അപ്പോൾ ബെലാറസിനെയും ഭയമുണ്ട്. ബെലാറസ് തൊട്ടയൽവക്കത്ത് റഷ്യയുടെ കൂടെയാണല്ലോ, യുക്രൈനെതിരെയാണ് ബെലാറസ്. അപ്പോൾ ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ, മിസൈലുകൾ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് പോളണ്ട് വാങ്ങാൻ പോകുന്നുണ്ട്. ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ടാങ്കുകളുമൊക്കെ, മിസൈലുകൾ. അപ്പോൾ പോളണ്ട് കിഴക്ക്, യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് പോളണ്ട് വൻശക്തിയാകുന്നു, ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യ വൻശക്തിയാകുന്നു. അതിൻ്റെ ഗുണം ഇന്ത്യക്കുണ്ട്, പോളണ്ട് വൻശക്തിയാകുന്നതിൻ്റെ. കാരണം ഇന്ത്യയിൽ നിന്നും പോളണ്ട് ആയുധം വാങ്ങും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.